ഏതൊരു കലാകാരനെ സംബന്ധിച്ചും ആളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റായ ഒരു സിനിമയിലൂടെയാണ് താങ്കൾ ഈ മേഖലയിലേക്ക് വലതുകാൽ വയ്ക്കുന്നത്. ഭാവ എന്ന് പറഞ്ഞ ആ സമയത്ത് വലിയ തിരക്കുകളുണ്ടായിരുന്ന ഒരു കലാസംവിധായകൻ, വിനയൻ എന്ന് പറഞ്ഞ തുടർച്ചയായി ഹിറ്റുകൾ ഒരുക്കുന്ന ഒരു സംവിധായകൻ, അത്യാവശ്യം വലിയൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അതിലൂടെയായിരുന്നു തുടക്കം. ചലച്ചിത്ര കലാ സംവിധാനം എന്ന മേഖലയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ശ്രദ്ധ തിരിയുന്നത്? സിനിമ എന്ന സ്വപ്നമായിരുന്നു അതിലേക്ക് താങ്കളെ നയിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സിനിമയിലെത്തുക എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതെ. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഈ ആർട്ട് ഡയറക്ഷൻ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സൊന്നും അങ്ങനെ മീൻസ് കഴിവുകൊണ്ടല്ല, ടോട്ടലി ആർട്ട് ഡയറക്ടേഴ്സ് കുറവാണ് ആ ഒരു കാലഘട്ടം. പിന്നെ അന്ന് ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടർ മേഖലകളോ അല്ലെങ്കിൽ ഡിസൈനിങ് അങ്ങനെയുള്ളൊരു പരിപാടികളൊന്നുമില്ല. കമ്പ്യൂട്ടറിന് വന്നിട്ടുണ്ടോയെന്ന് അപൂർവമാണ്, ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇത്രയും ഈസിയല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ പലരുടെ അടുത്തും അന്ന് ഏറ്റവും കൂടുതൽ ഷൂട്ട് നടന്നിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഒറ്റപ്പാലം, ഗുരുവായൂർ, അങ്ങനെ ബേസ് ചെയ്തിട്ട് കുറേ പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ എത്രയും എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളൊരു ചിന്തകളുണ്ടായിരുന്നു. ഓരോ ആർട്ട് ഡയറക്ടറെ കാണാമെന്ന് പറഞ്ഞാൽ അന്ന് ഫോണൊന്നുമില്ല നമ്മുടെ കയ്യിൽ. എനിക്കൊന്ന് പേജറൊക്കെ ഇറങ്ങിയ ആ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ലാൻഡ് ഫോണാണ് ആളുള്ളൊരു മാർഗ്ഗം. ഈ ഓരോ ആർട്ട് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക്. വീട് ചാവക്കാടല്ലേ? അതെ, ചാവക്കാട്. അപ്പോൾ എനിക്ക് ഫോൺ വഴി കണക്ട് ചെയ്യണ പോലും നമ്പറുകളൊന്നും കിട്ടാൻ ഒത്തിരി പ്രയാസങ്ങളായിരുന്നു. പിന്നെ നമ്മൾ അന്നത്തെ വീക്കിലികൾ, നാന അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൽ എന്നൊക്കെ തപ്പി പിടിച്ചിട്ടാണ് നമ്മൾ കോണ്ടാക്ട്സൊക്കെ അപ്പോൾ അന്ന് ബോബേട്ടൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ ആർട്ട് ഡയറക്ടറാണ്. നരസിംഹം പോലുള്ള വലിയ സിനിമകളെല്ലാം ചെയ്തിട്ടുള്ള ആർട്ട് ഡയറക്ടർ ബോബേട്ടൻ്റെ നമ്പറാണ് എൻ്റെ കയ്യിലാകുള്ളത്. അപ്പോൾ പുള്ളിനെ ഇടയ്ക്ക് വിളിക്കുമ്പോഴാണ് കിട്ടുക, കാരണം പുള്ളി എപ്പോഴും വർക്കിലായിരിക്കും. പിന്നെ പുള്ളിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ച് ചിലപ്പോൾ പുള്ളിയുടെ വൈഫോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും കയറി എടുക്കുക. അപ്പോൾ പുള്ളി ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് കിട്ടുന്നു, പുള്ളിയായിട്ട് കണക്ട് ചെയ്യുന്നു. പുള്ളി പറഞ്ഞൊരു ദിവസം, തിരുവനന്തപുരത്താണ് ശരിക്കും പുള്ളിയുടെ സ്ഥലം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണാൻ പോകാനുള്ളൊരു, അന്ന് എന്തോ കാരണത്താൽ നടന്നില്ല. പിന്നീട് എൻ്റെ നാട്ടിൽ ഒരു പടം വരുന്നത് ഡാർലിംഗ് എന്ന് പറഞ്ഞൊരു പടമാണ്, സാറിൻ്റെ പടം. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള പുള്ളി, ആ ആർട്ട് ഡയറക്ടർ ഞാൻ കാണാൻ പോകുന്നു. അപ്പോഴാണ് പുള്ളിയുടെ കയ്യിൽ ഞാൻ ആദ്യമായിട്ടൊരു മൊബൈൽ കാണുന്നത്. അത് നമ്മൾ തമാശ രൂപേണ പറയുകയാണെങ്കിൽ ഒരു മടൽ പോലത്തെ ഫോൺ എന്നൊക്കെ പറയുമല്ലോ, ഒരു അപ്പോൾ അൽക്കാട്ടലിൻ്റെ വലിയൊരു ഫോൺ റിസീവറൊക്കെ. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് പുള്ളി നമ്പർ തന്നു എനിക്ക്. പക്ഷെ പിന്നെയും പുള്ളിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ അന്വേഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് വീണ്ടും ഗുരുവായൂർ സിനിമ വരുന്നത്, ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്നുള്ള സിനിമ.